ലെറ്റ്സ് വെൽക്കം ചോദി ശാലു. ഇതിന്റെ അടിയിൽ ഒരു കമന്റ് ആണ് ആദ്യം വന്നിട്ടുണ്ടായിരുന്നത്. എന്തായിരുന്നു ആ കമന്റ്? എനിക്ക് ഇവിടെ വരാനും എല്ലാവരെയും കണ്ട് പരിചയപ്പെടാനും ഒരുപാട് ആഗ്രഹമുണ്ട്, മോഹമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ മെസ്സേജ് ഇട്ടത്. എത്ര നാൾ മുമ്പാ കമന്റ് ഇട്ടത്? 2 ആഴ്ച. 2 ആഴ്ച കൊണ്ട് ഇവിടെ എത്തില്ലേ? അതെ അതെ അതെ. ചോദ്യം എന്താ ചെയ്യണേ ഇപ്പൊ? ഞാൻ ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല, വീട്ടിലാണ്. +2 വരെയാണ് വിദ്യാഭ്യാസം. +2 വരെ പഠിച്ചു. സംഗീതമാണ്. പാട്ടാണല്ലോ ചോദ്യം. എന്ത് ശരിക്കും പറഞ്ഞാല് ജന്മനാൽ നമുക്ക് ഉണ്ടായ ബുദ്ധിമുട്ടാണ്. അതെ, ജനിച്ച് 35 ദിവസം മുതലാണ് എല്ലുകൾക്ക് ബലം കുറഞ്ഞ് ഒടിഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷനാണ്. അതൊന്നും ഞാൻ നോക്കുന്നില്ല. എനിക്ക് സന്തോഷം കിട്ടുന്ന സംഗീതത്തിലൂടെയാണ്. അത് തന്നെയാണ് ചോദി. ഈ പേരിന്റെ കാര്യം പറഞ്ഞല്ലോ, ഇതെന്താണ് ചോദി ശാലു? ശാലു എന്റെ സിസ്റ്ററാണ്. അപ്പം ചോദി എന്ന് ആണ് എന്റെ റിയൽ നെയിം. ഇപ്പം സ്ക്രീൻ നെയിമായി മാറി. അതെ, ഇപ്പം സ്ക്രീൻ നെയിമായി മാറി. എനിക്ക് തോന്നുന്നു സാധാരണ അച്ഛന്റെ അമ്മയുടെ പേരാണ് നമ്മൾ ബാലായിട്ട് ഇടുന്നത്. പക്ഷെ സിസ്റ്ററിന്റെ പേര് ഇട്ടിരിക്കുന്ന ആദ്യമായിട്ടാണ്. നമുക്ക് ആദ്യത്തെ പാട്ടിലോട്ട് പോവാം അല്ലേ? ഓക്കെ. ചീരപ്പൂവുകൾക്കുമ്മ കൊടുക്കണ നീലക്കുരുവികളെ. അടിപൊളിയായിട്ട് പാടി കേട്ടോ. അതും എനിക്ക് ഓർക്കസ്ട്ര പാട്ട് അങ്ങനെ സാധാരണ പാടാറില്ല എന്ന് തോന്നുന്നു അല്ലേ? പാടിയതെല്ലാം അടിപൊളിയായിരുന്നു അല്ലേട്ടാ? അടിപൊളി അടിപൊളി അടിപൊളി. നമുക്ക് അടുത്ത പാട്ട് ഏതാ? ബ്യൂട്ടിഫുൾ. അത് വേറൊരു കാര്യം എടുത്തു പറയണം, ഇത് മലയാളത്തിലാണ് ഇതിന്റെ ലിറിക്സ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇതിനകത്ത് അപ്പൊ മലയാളത്തിൽ വേണമെന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എടുത്തു കൊടുത്തത്. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന വെച്ച് നോക്കി പാടുക എന്ന് പറയുന്നത് വലിയ സംഭവമാണത്. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ കറക്റ്റ് ചെയ്ത് പാടിയാന് ചോദി. ഫാമിലിയിൽ ആരൊക്കെ ഉള്ളേ? ഫാമിലിയില് അച്ഛൻ, അമ്മ, അനിയത്തി, അനിയൻ. അതില് അമ്മ വന്നിട്ടില്ല. അച്ഛന് കുറച്ച് ദിവസമായി ഒരു ആക്സിഡന്റ് പറ്റി, അങ്ങനെ റെസ്റ്റിലാണ്. അപ്പോ അമ്മ ഇപ്പൊ എന്റെ ഇവിടൊപ്പം വന്നിട്ടില്ല. ഫുൾ ഫാമിലി കിടില സപ്പോർട്ടാണ്. അതെ അതെ. ഇപ്പം തെറാപ്പി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എണീറ്റ് നടക്കാൻ പറ്റില്ല.
ഏതാണ്ട് 2 വർഷം കൊണ്ട് ശരിയാവും. കിടപ്പിലാണ്. അതെ, 2 വർഷം കൊണ്ട് കിടപ്പിലാണോ? അതെ, കിടപ്പിലാണ്. എല്ലാം അമ്മച്ചി തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത്. ജോലിയുണ്ടോ അതോ? ഇല്ല ഇല്ല, ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫാണ്. അനിയത്തിയോ? കല്യാണം കഴിഞ്ഞു. ഓക്കെ. അപ്പൊ ശരി. അപ്പൊ നമുക്ക് ഇനി ഒരു പാട്ടും കൂടി ഉണ്ടോ? അതെ. കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ അല്ലേ? കണ്ണ് തുറക്കാൻ. അടിപൊളി കേട്ടാ. കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ, മറക്കൂ നിങ്ങളി ദേവദാസി, മറക്കൂ മറക്കൂ. ആയിരമായിരമന്തപുരങ്ങളിൽ ആരാധിച്ചവൾ ഞാൻ, നിങ്ങളെ ആരാധിച്ചവൾ ഞാൻ. നിങ്ങളൊരിക്കൽ ചൂടിയെറിഞ്ഞൊരു നിശാഗന്ധിയാണു ഞാൻ, നിശാഗന്ധിയാണു ഞാൻ. കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ, മറക്കൂ നിങ്ങളി ദേവദാസി, മറക്കൂ മറക്കൂ. ബ്യൂട്ടിഫുൾ. ആദ്യമായിട്ടാണ് ഓർക്കസ്ട്രയോടൊപ്പം പാടുന്നത്. നിങ്ങൾ ആലോചിക്കണം. കലക്കി. താങ്ക് യു, സൂപ്പർ ആയിട്ട് പാടി കേട്ടോ. താങ്ക് യു, നമ്മുടെ ഓർക്കസ്ട്രയുടെ സപ്പോർട്ടിനും പ്രത്യേകമായിട്ട്. താങ്ക് യു അഗസ്റ്റ. വിജയുടെ നമുക്ക് ഒന്ന് ഫാമിലി ഇങ്ങോട്ട് വിളിച്ചിട്ട് അല്ലേ? അപ്പൊ ചോദ്യയുടെ ഫാമിലി ഇങ്ങോട്ട് സ്വാഗതം ചെയ്യട്ടെ. വരൂ. സാധാരണഗതിയിൽ ചില ഫാമിലീസ് ഉണ്ടാവും ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ പലപ്പോഴും അവർക്ക് പുറത്തോട്ട് പോലും കൊണ്ടുപോകാൻ താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ, ഞാൻ പറഞ്ഞ ഇമ്മീഡിയറ്റ് ഫാമിലി മാത്രമല്ല, കൂടെ ഉള്ളവരും അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് കൊണ്ടാണ് ഇപ്പൊ ആ ചോദിക്ക് ഇപ്പൊ ഓർക്കസ്ട്രയിൽ പാടാൻ പറ്റി, ഇങ്ങനെ ഒരു വേദിയിൽ വരാൻ പറ്റിയതൊക്കെ അതിന്റെ കാരണം നിങ്ങളും കൂടിയാണ്. അതിന് വലിയ സന്തോഷം കേട്ടോ. ഒന്ന് പറയാനുള്ളത്, സീമാജി എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് എന്നെ വിളിക്കുകയുണ്ടായി. എന്നിട്ട് സീമാജിയുടെ ബ്രദർ മ്യൂസിക് ചെയ്ത ചോദ്യം കണ്ണനും എന്ന് പറഞ്ഞിട്ട് ഒരു കൃഷ്ണഭക്തി ഗാനത്തിൽ എന്നെ കൊണ്ട് അഭിനയിപ്പിക്കുകയും പാടിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് പവർ ഓഫ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചു എന്നുള്ളതുകൊണ്ടാണ്. അതെ അതെ അതെ. പ്രജോട്ടാ, ചോദി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ടെലിവിഷൻ ചരിത്രത്തിൽ അല്ലെ ടെലിവിഷൻ ചാനലിൽ ചോദിയുടെ അരങ്ങേറ്റമായിരുന്നു എന്നല്ലേ? അതെ അതെ. നമ്മളെ അരങ്ങേറ്റം അതിഗംഭീരമാക്കി. ഇതിനകത്ത് ഏറ്റവും അധികം നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും പ്രേക്ഷകർക്കൊക്കെ ആണല്ലോ ഏറ്റവും അധികം സന്തോഷം എന്ന് പറയുന്നത്, മോളവിടെ വന്നിരുന്ന് കഴിഞ്ഞിട്ട് മോളെ ഈ പറയുന്ന പോലെ ഒരു അച്ഛനമ്മ എങ്ങനെ നോക്കുന്നു അതുപോലെ അത്ര ഇഷ്ടത്തോടു കൂടി ആ മൊബൈലൊക്കെ പിടിച്ചു തന്ന് അതിനുവേണ്ടി മിഥുനെടുത്ത എഫേർട്ടിന് നമ്മൾ കൈ കൊടുക്കണം. മോള് എനിക്കൊന്ന് കോമഡി ഉത്സവത്തിൽ വരണമെന്നൊരു ആഗ്രഹം മോടെ മനസ്സിലുണ്ടായിരുന്നു. ആ ആഗ്രഹത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളൊരു ഹാർഡ് വർക്ക് എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നു അല്ലേ? അതിന്റെ ഏറ്റവും വലിയ റിസൾട്ടാണ്. കാര്യം ഈ SPB സാറിന്റെ ഒരു പാട്ട് നമ്മൾ എടുത്താൽ ഏറ്റവും അധികം നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സോങ് പെട്ടെന്ന് നമ്മൾ പറയുന്നത് ഈ പാട്ടാണ്, വളരെ എന്നുള്ളൊരു പാട്ടാണ്. ആ പാട്ട് നിസ്സാരമായിട്ട് പാടാൻ പറ്റുകയല്ല, പക്ഷെ ആ പാട്ട് മോള് ഭയങ്കര ഭംഗിയോടുകൂടി പാടി എന്നുള്ളതാണ്. പിന്നെ അവസാനം പാടിയ കണ്ണു തുറക്കാത്ത ദൈവങ്ങൾ എന്ന് പറഞ്ഞ പാട്ട്, ആ പാട്ട് കേൾക്കുമ്പോൾ എല്ലാ ദൈവങ്ങളും കണ്ണു തുറന്നത് കേൾക്കും എന്നതിൽ യാതൊരു സംശയമില്ല. ഇനി മോക്ക് ഇരിക്കാനേ നേരം കാണത്തില്ല, എല്ലായിടത്തും ഇങ്ങനെ ഷോ ഒക്കെ ആയിട്ട് പോകും. അപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് സന്തോഷത്തോടെ അടിച്ചു പൊളിച്ച് പോകാൻ കേട്ടോ. സംഗീതത്തിലൂടെയാണ് സന്തോഷം കണ്ടെത്തുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, പക്ഷേ ഇത് പ്രൊഫഷണലി അറിയില്ല, അതിൻ്റെ ഒന്നും
അറിയില്ലെങ്കിലും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ആരെങ്കിലും പാടുവോ കൂട്ടത്തിൽ നിങ്ങളുടെ അമ്മ? ഇല്ല 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 ആരും പാടില്ല. ആരും പാടില്ല. ഓക്കെ ഓക്കെ. ഇത് സഹോദരൻ, ഇത് കൊച്ചച്ഛന്റെ മോൻ, ഇതെന്റെ അമ്മാവിയാണ് ഞാൻ. അപ്പൊ എത്ര ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് ഇൻസ്റ്റയിലൊക്കെ? 2000. പറ, നമ്മളൊക്കെ ഇനി ഫോളോവേഴ്സ് കൂട്ടാൻ പറ. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യില്ലേ? ഞാനൊക്കെ ഫോളോ ഉണ്ട്. അതെ 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 വിജിക്കുട്ടൻ ചേട്ടൻ ഫോളോ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫോളോവറിന്റെ അടുത്ത് ചോദിക്കാം. വിജയടാ പറ. ചോദ്യമോളെ എന്തോ ഗംഭീരമായിരുന്നു, താങ്ക് യു, മനോഹരമായിരുന്നു കേട്ടാ. താങ്ക് യു. മോളുടെ ഈ സൗന്ദര്യം പോലെ തന്നെ ഇരുന്ന് പാട്ട് വളരെ മനോഹരമായ 2-3 വീഡിയോസ് ഞാനും പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ആക്റ്റീവാണ്. വെറുതെ ഇരിക്കല്ല, സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവാണ്. അരങ്ങേറ്റം ഗംഭീരമല്ലേ? സാധാരണ നമ്മളൊക്കെ അരങ്ങേറുകയെന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ ഒരു ക്ലബിന്റെ വാർഷികത്തിന്, അല്ലെങ്കിൽ ഒരു അമ്പലത്തിലെ, ഒരു പള്ളിയിലൊക്കെ അല്ലേ ഇത്രയും വലിയ മഹത്തായ ഒരു ഫ്ലോറിൽ വന്നിട്ട് അരങ്ങേറ്റം കുറിക്കാന്ന് പറഞ്ഞാൽ ഗംഭീരമല്ലേ അത്? ലാസ്റ്റ് പാടിയ പാട്ടിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, ഇനി ഏതെങ്കിലും ഒരു ദൈവം മോളെ നോക്കി കണ്ണ് തുറന്നിട്ടില്ലെങ്കിൽ ഇതോടുകൂടി കണ്ണ് തുറക്കും. കണ്ണ് തുറന്നില്ലെങ്കിലും ആരാധിയില്ല ചേട്ടാ. കാരണം എനിക്ക് ഒരു ഉറവ് ദൈവം തന്നിട്ടുണ്ടെങ്കിലും ഒരു അഴിവ് തന്നിട്ടില്ലേ, വലിയ അതില് സന്തോഷമാണ്. ചോദിക്ക് കിട്ടിയേക്കണം കുറവിനേക്കാൾ കൂടുതലാണ് നമുക്ക് കഴിവ് കിട്ടിയേക്കണം അല്ലേ? അതെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് സന്തോഷമുള്ള അല്ലേ? അതെ. അപ്പൊ എന്തായാലും ഈ അരങ്ങേറ്റം ഗംഭീരമായി. ഇനി എനിക്ക് തോന്നുന്നു ഇനി 2-3 പ്രാവശ്യമൊക്കെ വരേണ്ടി വരും നല്ല നല്ല പാട്ടുകളൊക്കെ ആയിട്ട്. പറഞ്ഞുകൊണ്ട് തന്നെ വേദികളിൽ അടിച്ചു പൊളിക്കട്ടെ, സോഷ്യൽ മീഡിയയിൽ അടിപൊളിയാവട്ടെ, ഫോളോവേഴ്സ് കൂടട്ടെ. ഓൾ ദ ബെസ്റ്റ്. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഞാൻ വന്ന സമയത്ത് ഒത്തിരി, അതായത് എൻ്റെ റിലേറ്റീവ്സും എൻ്റെ നാട്ടുകാരും പറഞ്ഞിട്ടുണ്ട്, നിന്നെ കൊണ്ട് കഴിയോ, നീ സംഗീതമൊന്നും പഠിച്ചിട്ടില്ലല്ലോ, അപ്പൊ നിന്നെ കൊണ്ട് കഴിയോ എന്നൊക്കെ പറഞ്ഞവരുണ്ട്. അവരെല്ലാരും ഈ ഷോ എന്ന് കാണണം. അവരെല്ലാരും ഇതൊന്ന് കണ്ടു കേട്ടോ. അതെ 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 അതെ. ഒരു പ്രാവശ്യം എന്നെ വിളിച്ച് പക്രു ചേട്ടനെ പരിചയപ്പെടണം, എനിക്ക് അതെ അതെ അത് പരിചയപ്പെടണമെന്ന് പറഞ്ഞു. ശബ്ദം ഒന്ന് കേൾക്കണം ചേട്ടനെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അപ്പൊ തന്നെ പക്രുവിന് നമ്പർ കൊടുത്തു. വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ പക്രു ചേട്ടൻ ഒരുപാട് പേരെ ഇൻസ്പയർ ചെയ്തതുപോലെ തന്നെ മോളും ഒരുപാട് പേര് ഇനി അങ്ങോട്ട് ഇൻസ്പയർ ചെയ്യും. അതെ അതെ. ഓക്കെ, എല്ലാവരും ചേർന്ന് വലിയൊരു കൈയടി. താങ്ക് യു വളരെ സന്തോഷം. താങ്ക്സ് പാടാനുള്ള അവസരം പിന്നെ അല്ലേ.